ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും റെഡ് ക്യാപ്സിക്കം ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും കാണാറുള്ള ഒന്നാണ് നമ്മുടെ കുക്കുംബർ. അപ്പോൾ ആ കുക്കുംബർ ഉപയോഗിച്ച് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് അരിയൊന്നും അരച്ച് പുളിപ്പിക്കാതെ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഒരു ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കി നോക്കാം. ശർക്കരയൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് വളരെ മധുരമുള്ള ഒരു ഇഡ്ഡലിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിനെ നമുക്കൊരു ഗ്രേറ്റർ ഉപയോഗിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കുക്കുംബർ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് പിഴിഞ്ഞെടുക്കണം. ഏകദേശം ഒരു 1/2 കപ്പോളം ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തേക്കുന്ന പച്ചരിയാണ് 1 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ശർക്കര ചീവിയത് കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങ കൂടി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ട് നമ്മുടെ കുക്കുംബർ ജ്യൂസ് ഒരു 1/2 കപ്പ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട, ഈ ഒരു പരുവത്തിന് മാത്രം നമുക്ക് അരച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് ആ ബാറ്റർ മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ കുക്കുംബർ കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ആവിയിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ വാഴയില കൂടി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ആവിയിൽ വെന്തെടുക്കുമ്പോൾ നമ്മുടെ വാഴയിലയുടെ ആ രുചിയും അതുപോലെ തന്നെ അതിൻ്റെ മണവും നമുക്ക് നല്ലതുപോലെ അതിലേക്ക് കിട്ടും. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ കൂടി നമുക്കൊന്ന് തടവി കൊടുക്കാം. കാരണം അത് വേഗം നിന്ന് ഇളകി വരുന്നതിനായിട്ട് നമുക്ക് എണ്ണ കൂടി നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ഇനി നമ്മുടെ മാവ് നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓരോ സ്പൂണ് വീതം നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, അത് കാണാനൊരു രസത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മുടെ ക്യാരറ്റ് ഒരു പൂവിൻ്റെ ഷേപ്പിൽ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് മൂടി വെച്ച് നമുക്കതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സ്വീറ്റായിട്ടുള്ള നമ്മുടെ കുക്കുംബർ ഇഡ്ഡലി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തിയാണ്. നമ്മൾ കുക്കുംബർ അതുപോലെ തന്നെ ശർക്കരയൊക്കെ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ സ്വീറ്റായിട്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.